ഇതിനേട്ടാ നമ്മൾ ഇത് എത്ര കേട്ടുള്ളതാണ്. ഇവിടെ ഒന്ന് ഓരോരുത്തരും ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ട് പോകും. ഇതൊക്കെ നടപ്പാവോ? ആ സംഭവം പ്രോജക്ട് ഇത് കൊള്ളാണ്. ഇത് ഞാൻ കാര്യം ഈ കനാലൊക്കെ ബ്ലോക്ക് ആയി കഴിഞ്ഞാൽ ഇവന്മാർ ആരെങ്കിലും മാറ്റിട്ട് നോക്കിയിട്ടാണ്. ആ എപ്പോഴും ഓരോ പ്രോജക്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോരുത്തർ വരും. അത് നടപ്പാക്കണമെങ്കിൽ അതിന്റെ കാര്യങ്ങൾ നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കണം. അല്ലാതെ ആ എടാ അതൊന്നും നടപ്പാക്കണ കേസല്ലല്ലേ. ഇതൊക്കെ ആൾക്കാരെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ വെറുതെ ശരിയാവും ചേട്ടാ. എന്ത് ശരിയാന്ന് നീ പറയണത്? നിനക്ക് ഇതിനെ പറ്റി ഒക്കെ വല്ല അറിയാമോ? ഇതിനെ കുറിച്ചൊക്കെ അറിയാം, വിശദമായിട്ട് ഞാൻ പഠിച്ചിട്ടുണ്ട്. ചേട്ടൻ വന്നേ, ഞാൻ പറയാം. ഒരു മിനിറ്റ്. എടാ നീ എന്ത് പറഞ്ഞത്? ഇത് നടപടിയാവുന്ന എനിക്ക് വന്നല്ല. ഇവിടെ മനുഷ്യനെ കനാലിലെ നാട്ടം കൊണ്ട് എങ്ങനെ ജീവിക്കുമെന്ന് അറിയാണ്ടിരിക്കുമ്പോഴാണ് അവരിവിടെ വന്ന് ഇളക്കി മറിച്ച് പോകാനല്ലേ ഇത് കാര്യം. ചേട്ടാ അതിനുള്ള പരിഹാരത്തിനായിട്ടാണ് ഈ പ്രൊജക്ട് വരുന്നത്. എന്ത് പ്രോജക്ട് എന്നാണ് നീ പറയാ? ചേട്ടാ ചിലപ്പോൾ ആളുകളെ അട്രാക്ട് ചെയ്യുന്ന തരത്തിലുള്ള വിമാനത്താവളമോ പാലമോ അല്ലെങ്കിൽ ഓവർബ്രിഡ്ജോ ഒന്നും അല്ലെങ്കിലും ഈ കൊച്ചിക്കാർക്ക് ഉപകാരപ്പെടുന്ന പരിപാടിയാണ്. നീ പറയുന്നത് എന്താണ്? ഇവിടെ ഈ മാലിന്യം കൊണ്ടുവന്ന് ഡംപ് ചെയ്യലും പിന്നെ ഈ വെള്ളപ്പൊക്കം അല്ലെങ്കിൽ ഈ വൃത്തികെട്ട വെള്ളമൊക്കെ നിറഞ്ഞിട്ടും ഇതിലെ വെള്ളത്തിന്റെ സ്മെല്ലൊക്കെ അടിച്ചിട്ട് എന്ത് രോഗം വന്ന് ചാവുമെന്ന് ആലോചിച്ചിരിക്കുമ്പോഴാണ്. ചേട്ടാ ഈ വീടിലും ഫ്ലാറ്റിലും വരുന്ന സെപ്റ്റിക് മാലിന്യം ഈ കനാലിലേക്ക് പോയിക്കൊണ്ടതാണ് ഇതിന്റെ പ്രധാന പ്രശ്നം. എടാ അതാണ് പ്രശ്നം. ഇതിലെങ്ങാനും വീണിട്ടുണ്ടെങ്കിൽ പിന്നെ ജീവിച്ചിട്ട് കാര്യമില്ല. അതിനുള്ള പരിഹാരമായിട്ടാണ് ഈ പ്രൊജക്ട് വരുന്നത്. ഈ വീടിലും ഫ്ലാറ്റിലേക്ക് വരുന്ന ഈ സെപ്റ്റിക് മാലിന്യം ഉണ്ടല്ലോ, അതൊരു മാൻഹോൾ പോയി കളക്ട് ചെയ്തിട്ട് ഒരു സീവേജ് പമ്പിംഗ് സ്റ്റേഷനിലേക്ക് വിടും. അവിടുന്ന് അത് പമ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ സീവറേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റിലേക്ക് എത്തിക്കും, STP. എന്നിട്ട് അതിനെ അവിടുന്ന് ട്രീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല വെള്ളമായിട്ട് കനാലിലേക്ക് വിടും. ഒരു നോൺ ഡ്രിങ്കബിൾ വെള്ളമായിട്ട് ഉപയോഗിക്കാം, അതിൽ നിന്ന് വളം ഉണ്ടാക്കുകയും ചെയ്യാം. നീ പറയുന്ന കാര്യങ്ങളൊക്കെ ഉള്ള, പക്ഷെ ഇതൊക്കെ എവിടെയെങ്കിലൊക്കെ നടപ്പാക്കിയ കേസാണ്. വെറുതെ പറയാന്നല്ലാണ്ട്. ചേട്ടാ നമ്മളാണ് അവസാനമായിട്ടുള്ളത്. ഇത് ബോംബെയിലും ചെന്നൈയിലും മറ്റു മെട്രോ സിറ്റീസിലും ഓൾറെഡി വന്നിട്ടുണ്ട്. കൊച്ചിയിൽ മാത്രമേ ഇത് നടപ്പാക്കാനുള്ളൂ. പറയണ പോലെ കാര്യങ്ങളൊക്കെ ഭംഗി വന്നാൽ കൊച്ചി നല്ല വൃത്തിയാവും. പിന്നെ അല്ല ചേനിയും അടിപൊളിയാണല്ലോ ചേട്ടാ. അല്ലെങ്കിൽ അടിപൊളിയല്ല. നല്ല മാറ്റങ്ങൾ, നല്ല നാളേക്കായി നമ്മുടെ കൊച്ചി, നമ്മുടെ ഉത്തരവാദിത്വം.